കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വിവാദങ്ങൾ പുത്തരിയല്ലെന്ന് രവി ഡി സി പ്രതികരിച്ചു. എഴുത്തുകാർ എന്തു പറയും പറയില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലെന്നും രവി ഡി സി പറഞ്ഞു. എഴുത്തുകാരൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സ്പീക്കറെ സംബന്ധിച്ചോളം നമുക്ക് എന്ത് പറയണം പറയണ്ട എന്ന് പറയാനുള്ളൊരു അവകാശം നമുക്കില്ല. ഒന്ന്. രണ്ട്, നമുക്കറിയില്ല അവർ എക്സ്റ്റംബറായിട്ടും ഇൻഫോംറ്റായിട്ട് ചെയ്താലും അല്ലെങ്കിലും എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളതും നമ്മളതിൻ്റെ ഒരു ബേസിക് ഇതിൽ നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അത് MT എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഏത് ഒരു പരിപാടിക്ക് പോയാലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചോളം അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാധനം. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക് ധർമ്മടം, എന്താണ് മന്ത്രിമാർ പറയുന്നത്? വേണുഗോപാലകൃഷ്ണൻ, മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ വളരെ കൃത്യമായ വ്യക്തതയുണ്ട്. അത് ഈ കാര്യം MT പറഞ്ഞത് കേരളത്തിലെ സർക്കാരിനെ കുറിച്ചോ മുഖ്യമന്ത്രിയെ കുറിച്ചോ അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ് വ്യക്തമാക്കാനാണ് മന്ത്രിമാരും ഇടതുപക്ഷവും ശ്രമിക്കുന്നത്. CPIM-ന്റെ ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെയും തീരുമാനം ഈ ചർച്ചയിൽ ഇനി പങ്കെടുക്കേണ്ടതില്ല, MT ഉദ്ദേശിച്ചത് കേരളത്തെ അല്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ MT ഇപ്പോഴും വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്രയും വിവാദമായതിനു ശേഷം, പ്രത്യേകിച്ചും ഈ പ്രസംഗത്തിന് ശേഷം MT-യോട് സംസാരിച്ചതിന് ശേഷമുള്ള സുധീർ കുമാറിന്റെ പ്രതികരണം കൂടി വന്നപ്പോൾ സ്വാഭാവികമായും വേണമെങ്കിൽ MT-ക്ക് വ്യക്തത വരുത്താമായിരുന്നു. പക്ഷേ MT അത് വ്യക്തത വരുത്തിയിട്ടില്ല. മാത്രവുമല്ല, ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. അദ്ദേഹം പറയുന്നത് EMS-നെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത് മോഡിയെയല്ല പിണറായിയാണെന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കേരളത്തിൽ ഏകാധിപത്യ പ്രവണത ഇല്ലെന്ന് P രാജീവ് KLF വേദിയിൽ തന്നെ മറുപടി നൽകുന്നു. ഏതായാലും ഈ പ്രാവശ്യം KLF-ന്റെ തുടക്കം മുതൽ തന്നെ അത് രാഷ്ട്രീയ വിവാദത്തിന്റെ വേദിയായി മാറുന്നു. പക്ഷേ എന്നാൽ ആ വിവാദത്തിന് കാരണമായ പരാമർശത്തിൽ വ്യക്തത വരുത്താൻ MT ഈ ഘട്ടം വരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. MT-യുടെ മൗനം കൂടുതൽ വാചാലമായിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് പിന്നിട്ട 2 ദിനങ്ങൾ. ഇന്നിപ്പോൾ 3 ദിവസമായിരിക്കുന്നു. വേണുഗോപാലകൃഷ്ണൻ. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.